ഹായ് ഡിയർ മക്കളെ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് മക്കളെ. സോ ഇത് പ്ലസ് ടു റെഗുലർ മാത്രമല്ല, സേ കുട്ടികളുടെ റിസൾട്ടും കൂടെ ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ സമാധാനപരമായിട്ട് നിങ്ങൾ റിസൾട്ടുകൾ നോക്കുക. സൈറ്റ് കിട്ടിയില്ലെങ്കിൽ മക്കളെ, ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് സൈറ്റുകൾ പിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സൈറ്റ് ലോഡായി വരാൻ ചിലപ്പോൾ താമസം ഉണ്ടായിരിക്കും. ഡിജി ലോക്കർ എന്ന് പറയുന്ന സൈറ്റ് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ടെൻഷൻ അടിക്കാതെ സേ കുട്ടികളും റെഗുലർ കുട്ടികളും നോക്കുക. ഇനി നിങ്ങൾക്ക് പരാജയമാണ് സംഭവിച്ചതെങ്കിൽ, തോറ്റു പോയിട്ടുണ്ടെങ്കിൽ മാത്സിൻ്റെ നമ്മുടെ സേ ബാച്ച് ഉണ്ട് മക്കളെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് വീണ്ടും എഴുതാനുള്ള അവസരമുണ്ട്. അതേപോലെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരവും മുന്നിലുണ്ടെന്ന് ഞാൻ വീണ്ടും അറിയിക്കുവാണ്. ഒട്ടും ടെൻഷൻ വേണ്ട, വളരെ കൂളായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, A+ഉം A ഗ്രേഡും ഒക്കെ കിട്ടുന്ന ആ ഒരു മാർക്ക് 180 കൂടുതലാണെങ്കിൽ A+ ആയിരിക്കും, 160 കൂടുതലാണെങ്കിൽ A ആയിരിക്കും. അങ്ങനെ 20 മാർക്കിൻ്റെ രീതിയിലായിരിക്കും നിങ്ങളുടെ ഗ്രേഡുകൾ. അപ്പോൾ നോക്കുക, ഇപ്പോൾ 179 കിട്ടിയ കുട്ടിക്ക് വേണമെങ്കിൽ A+ ആക്കണമെങ്കിൽ റിവാലുവേഷന് കൊടുക്കാം. പക്ഷേ റിവാലുവേഷൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് കാണത്തില്ല. കാരണം ഡബിൾ വാലുവേഷൻ കഴിഞ്ഞ സബ്ജക്റ്റുകൾക്ക് റിവാലുവേഷൻ ഇല്ല എന്നത് ഓർക്കുക. അതേപോലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ്, എനിക്ക് തോന്നുന്നു ഒരു സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും തോൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സേ എക്സാം എഴുതാം. സേ എക്സാം ജൂൺ ജൂലൈയിൽ തന്നെ ആയിരിക്കും സേ എക്സാം നടക്കുന്നത്. അതിനി എൻ്റെ സേ മക്കളുണ്ട്. മക്കളെ, നിങ്ങൾ ഇനിയും വിജയിച്ചിട്ടില്ലെങ്കിൽ, 1 മാർക്കിന് 2 മാർക്കിന് വീണ്ടും തോറ്റിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി ജയിക്കാനുള്ള അവസരമുണ്ട്. സോ സേ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് തകർത്ത് പഠിച്ച് ജയിക്കാനുള്ള അവസരമുണ്ട്. സങ്കടപ്പെടരുത് മക്കളെ. ഇതൊന്നും ഒരു തോൽവിയല്ലെന്ന് ഞാൻ വീണ്ടും അറിയിക്കുവാണ്. ലൈഫിൽ ഇതൊക്കെ ഒരു ചെറിയൊരു എക്സാം, ഒരു 2 മണിക്കൂർ നേരത്തെ നിങ്ങളുടെ ഒരു നോളജ് അറിയാനുള്ള ഒരു എക്സാം എന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. ഓക്കെ, എത്ര പഠിച്ചവരാണെങ്കിലും എത്ര പഠിക്കാത്തവരാണെങ്കിലും ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കും അവർക്ക് കിട്ടുന്നത്. ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഒരിക്കലും നിങ്ങൾ വിലയിരുത്തരുതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇപ്പോൾ കണ്ടല്ലോ മക്കളെ, A+ൻ്റെ കാര്യം. ഇനി അതേപോലെ തന്നെ ടോട്ടൽ നിങ്ങളുടെ ശതമാനം പേഴ്സൻറ്റേജ് അറിയണമെങ്കിൽ 1200 നിങ്ങളുടെ ടോട്ടൽ മാർക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 981 981 ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് നോക്കുക. 981/1200 ഏകദേശം എത്ര കിട്ടും? 0.8175 കിട്ടും. അതിനൊരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 81.75. അതായത് 81% അടുത്ത്, 82% അടുത്ത്, 81 above% മാർക്ക് നിങ്ങൾക്കുണ്ട്. ഇതാണ് പേഴ്സൻറ്റേജ് അറിയാനുള്ള മാർഗം. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യമാണ്, ഞാൻ ജയിച്ചോ ഇല്ലയോ എന്നറിയാനുള്ളത്. മക്കളെ, അത് നിങ്ങൾ നോക്കേണ്ടത് TE എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കുക. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും TE ഉണ്ട്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും TE ഉണ്ട്. ആ TEയിൽ ഇപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ 60 ടോട്ടൽ 60 നിങ്ങൾക്ക് 18 വേണം TE. ടോട്ടൽ 60 18 TE ഉണ്ടെങ്കിൽ 2 വർഷം കൂടെ കൂട്ടി 36 ടോട്ടൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു. ടോട്ടൽ 36 ഉണ്ടെങ്കിൽ അത് TE നോക്കണം, അല്ലാതെ CEയും TEയും കൂടെ കൂട്ടിയുള്ള മാർക്കല്ല. TE 18 ഉണ്ടെങ്കിലാണ് നിങ്ങൾ ജയിച്ചിരിക്കുന്നത്. 36 വേണം. ഏത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾക്ക് 36 TE കുട്ടി വേണം. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പോലുള്ള 80 മാർക്കിൻ്റെ സബ്ജക്റ്റുകളാണെങ്കിൽ TE 24 കൂടെ കൂട്ടി 48 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കത്തുള്ളൂ. അല്ലാതെ ടോട്ടൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം കാണാം. അതുകൊണ്ട് വീണ്ടും പറയുവാണ്, TE മസ്റ്റായിട്ട് നോക്കുക. അത് നിങ്ങളുടെ ജയിക്കേണ്ട മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കത്തുള്ളൂ എന്ന് വീണ്ടും ഞാൻ അറിയിക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങളുടെ റിസൾട്ട് നോക്കുക. എല്ലാ മക്കളും റിസൾട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ ആകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സേ മക്കളുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക മക്കളെ. കാരണം കുറേ പേര് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്, സന്തോഷം കൊണ്ട് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ജയിക്കാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെയും ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എഴുതി ജയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുവാണ്. ടെൻഷനൊന്നും വേണ്ട, നമുക്ക് ഇനി അവസരമുണ്ട്. നല്ല മാർക്ക് കിട്ടിയ കുട്ടികളോട് പറയാനുള്ളത്, നല്ല നല്ല കോഴ്സുകൾ എടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാക്കുക. ഓക്കെ, എല്ലാവരും പറയുന്നത് കേട്ട് തോന്നുന്ന ഇതിലേക്ക് പോയി ചാടരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി നിങ്ങൾ പഠിക്കുക, നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല ഫ്യൂച്ചർ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് മക്കളെ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ മാർക്കുകൾ. ഓക്കെ, ബൈ.